ഈ നൂറ്റാണ്ടിൽ മനുഷ്യരാശിയുടെ ഭാഷ രചിക്കുന്നത് നിർമ്മിത ബുദ്ധിയാണ് എന്ന് പ്രധാനമന്ത്രി. AI പക്ഷപാതമാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും പാരീസിലെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദ്യമായ സ്വീകരണമാണ് ലഭിച്ചത്. പാരീസിൽ നടന്ന AI ഉച്ചകോടിയിൽ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു. പൊതുജനങ്ങളുടെ നന്മയ്ക്കായി ഇന്ത്യ AI ആപ്ലിക്കേഷൻ വികസിപ്പിക്കുകയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങി നിരവധി കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യാൻ AIക്ക് കഴിയുമെന്നും പ്രധാനമന്ത്രി. AI can help transform millions of lives by improving health, education, agriculture, and so much more. It can help create a world in which the journey to sustainable development goals becomes easier and faster. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും സർക്കാർ പ്രതിനിധികളും കമ്പനി സിഇഒമാരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. പാരീസിൽ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ സമൂഹം വരവേറ്റു. ഫ്രഞ്ച് പ്രസിഡന്റ് ഒരുക്കിയ അത്താഴ വിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ എലീസെ പാലസിലായിരുന്നു അത്താഴ വിരുന്ന്. മർസലയിലെ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഫ്രാൻസിലെ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി US തിരിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 24 ഡൽഹി.